കർത്തനവൻ, എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതവും കോട്ടയ അഭയസ്ഥാനമായിരിക്കുന്ന സ്വർഗസ്ഥിതവാൻ ദൈവമേ, പുതിയ ദിവസത്തിന്റെ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദുരസ്ഥനും സമീപസ്ഥനുമായ നിന്റെ മക്കളാൽ നടിയങ്ങൾ ഒരുമിച്ച് ചേർന്ന് ജീവിതത്തിലേക്ക് 13 നാൾ നിന്റെ മകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഏതെന്റെ പ്രതീസായിൽ അവിടുന്ന് സമാരംഭിച്ചതായ മഹത്തായ കുടുംബ ജീവിതാനുഭവത്തെ തലമുറകളിലൂടെ ഈ ഭവനത്തിലേക്ക് അവിടുന്ന് പ്രദാനം ചെയ്തു. ഇതിലെ ദാസിദാസന്മാർക്ക് സന്തോഷപ്രതിയും നയിപ്പാനും കർത്താവെ തലമുറകൾക്ക് ജന്മം നൽകുവാനും അവരെ വളർത്തി കർത്താവിന്റെ സന്നദ്ധയിൽ സമർപ്പിച്ച് വിദ്യാഭ്യാസം നൽകുവാനും ഓരോരുത്തരുടെയും വിവാഹം യഥാസമയത്ത് നടത്തുവാനും അവിടുന്ന് തിരുമനസ്സായല്ലോ. അപ്രകാരം നിന്റെ മകളെയും തിരുമുമ്പാ സമർപ്പിച്ചു. നല്ല ആലോചന നിന്റെ മകൾക്ക് വേണ്ടി ഒരുക്കുകയും അതിന്റെ തീരുമാനങ്ങളൊക്കെ എടുക്കുകയും ഇന്നേ ദിവസം അതിന്റെ പൂർണ്ണതയ്ക്കായി നിന്റെ കരുണയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു. എന്നെ മുതൽ വ്യാപരിച്ച ദൈവരവിക്കായി സ്തോത്രം അർപ്പിക്കുന്നു. ദൈവമേ, മുമ്പോട്ടുള്ള പ്രയാണത്തിൽ അവിടുന്ന് വഴികാട്ടിയായിരിക്കണമേ. നിന്റെ വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശമായി തീരണമേ. മനുഷ്യനേകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കരുതി ഇതൊക്കെ നമ്മെ കൊടുത്ത ദൈവമേ, നിന്റെ മക്കൾ പ്രവേശിക്കുന്ന ദാമ്പത്യ ബന്ധത്തെ നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അല്പനിമിഷത്തിലുള്ള നടക്കുന്ന വിവാഹകർമ്മത്തിൽ അവിടുന്ന് എഴുന്നള്ളി പാർത്ത് നിന്റെ മക്കളെ പരസ്പരം സംയോജിപ്പിക്കണമേ. പുതിയ നിയോഗാർത്ഥവത്തായി നിർവഹിപ്പാൻ തക്കവണ്ണമുള്ള എല്ലാ വരമാരെയും ഉയരത്തിലുള്ള അവിടുന്ന് ചൊരിഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എളിയവരെ വലിയവനാക്കുന്ന സാധാരണക്കാരെ അസാധാരണക്കാരാക്കുന്ന ദൈവത്തിൻ്റെ കരം നിന്റെ മക്കൾക്ക് എന്നും ആശ്വാസവും ആനന്ദവുമായി തീരണമേ. യഹോവയുടെ എന്ന വീടായി തീരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. സ്വന്തം ബുദ്ധിയിലോ ജ്ഞാനത്തിലോ അനുകൂല സാഹചര്യങ്ങളിലോ വീഴുവാനിടയാകാതെ എന്നെ ശക്തനാക്കുന്നവൻ മാത്രം ഞാൻ സകലത്തിലും മതിയാവുന്നുവെന്ന് ഘോഷിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. ആദ്യമ നീതിജ്ഞനെ വാഴ്ത്തിയ ദൈവമേ, അബ്രാമിനെ സാറായൊക്കെ അനുഗ്രഹിച്ച കർത്താവേ, റാഹേലിനും യാക്കോബിനും കന്യകയുടെ ജീവിതം നൽകിയ ദൈവം തമ്പുരാനെ, വിട്ടുപിരിയാത്തതായ എല്ലാ അനുഗ്രഹങ്ങളും നശിച്ചുപോകാത്ത എല്ലാ വാഴ്വുകളും നിന്റെ മക്കളുടെ മേൽ ചെറിയണമേ. നന്മയുടെ കാലങ്ങളെ അനുഗ്രഹത്തിന്റെ സംവത്സരങ്ങളെ പ്രദാനം ചെയ്യണമേ. കർത്താവിന്റെ സന്നദ്ധിയിലെ വിശ്വസനം എണ്ണപ്പെടുവാനും ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യേശുവായ പോലെ സാക്ഷിപ്പാൻ അവിടുന്ന് കരുണയിടണമേ. ഒരുക്കിയിരിക്കുന്നവന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 2 കുടുംബങ്ങളെയും കരങ്ങളേൽപ്പിക്കുന്നു. ദൈവസ്നേഹത്തോടെ പരസ്പരം ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നല്ല തീരുമാനം എടുക്കുവാൻ മാതാപിതാക്കളെ സഹായിക്കണമേ. കർത്താവെ, ഇവരുടെ നന്മ നിറഞ്ഞ ജീവിതം കണ്ട് സന്തോഷിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ. കർത്താവെ, പ്രകൃതിയെ നിയന്ത്രിച്ച് അവിടുന്ന് അനുകൂലമാക്കണമേ. എല്ലാ ശുഭകരമായ ദൈവം തയ്യുന്നതെന്ന് ഓർത്തുകൊണ്ട് ഇത്രത്തോളം ഭഗവാനുകളെ സഹായിച്ചെന്ന് പാടിപ്പറയുവാൻ അവിടുന്ന് സഹായിക്കണമേ. ദൂരത്തായിരുന്ന എൻ്റെ മക്കൾക്കൊക്കെയും ഈ പ്രിയ സഹോദരിയുടെ വിവാഹ കാര്യങ്ങളിൽ എല്ലാവർക്കും കൊടുക്കുവാൻ അവരെ കൂട്ടിക്കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും വാഴ്ത്തണമേ. ഇവരുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് അറിയണമേ. പരിശുദ്ധ ദൈവമാതാവിൻ്റെയും മാർത്തോമാശ്ലിഹായുടെയും എല്ലാ പുണ്യപ്പെട്ട പിതാക്കന്മാരുടെയും പ്രാർത്ഥനകളും അനുഗ്രഹാശിസുകളും അവർക്ക് കോട്ടയായി തീരണമേ. ഞങ്ങൾ ഒരുമിച്ച് നിനക്കും പിതാവിനെ ജീവനുള്ള പരിശുദ്ധമായിരിക്കും ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുവാനായിട്ട് തന്നെ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കണമേ. രാജ്യം വരണമേ. ദേശത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആത്മം തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, അങ്ങോട്ട് ഞങ്ങളെ രക്ഷിക്കണമേ. നിങ്ങളുടെ നാല് രാജ്യവും ശക്തിയും ബോധവും പിന്നെയും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ പറയുമേ, നിനക്ക് സമാധാനം. നിന്റെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. രാജ്യമേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും ഏതുരാന്റെ വീഴ്ചകളുള്ളതേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുമിശിഹായുടെ കൃപയും ആശ്വാസം ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ സമുദ്രവാസവും കൊണ്ടുകോട്ടയും കാവലും അതായി ഭവനത്തിന്മേലും പാർക്കുന്നവരുടെ മേലും തലോടൊക്കെ ഇരിക്കുന്നവരുടെ മേലും പ്രത്യേക ജീവിതത്തിലെ പ്രവേശിക്കുന്ന മകളുടെ മേലും ഒരുക്കിയിരിക്കുന്ന മകന്റെ മേലും കുടുംബങ്ങളുടെ മേലും നടക്കുന്ന വിവാഹകർമ്മങ്ങളുടെ മേലും ഇവിടെ എല്ലാം നല്ല ഭാവി ആവശ്യങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഇന്നും ഒന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
എണ്ണമില്ല നന്മകളെന്നിൽ ചൊരിയും വൻദയയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. നിന്റെ നാവാൽ ചൊല്ലിടുവാനായി സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. നിന്റെ നാവാൽ ചൊല്ലിടുവാനായി സാധുവാകുമെന്നെ സ്നേഹിച്ചു സ്വന്ത ജീവൻ തന്ന സ്നേഹമേ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവാൽ ചൊല്ലിടുവാനായി സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവാൽ ചൊല്ലിടുവാനായി സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മറിയമേ നിനക്ക് സമാധാനം. തലമുറ തലമുറയായി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന സ്വർഗീയമായ ഈ നല്ല ദിനത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ പ്രത്യേക ഭവനത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ ഭവനത്തിലായിരിക്കുന്നതിന് ഉദ്ദേശത്തിൽ നാഥാവെന്ന് മനസ്സിലാക്കുന്നു. ദൈവമായ കർത്താവെ പ്രത്യേക മകളെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആയുസിൻ്റെ എന്നിയോളം നീ അവളുടെ ജീവിതത്തിൽ നൽകിയതായിട്ടുള്ള എല്ലാ നല്ല കൃപകളെ ഓർത്തുകൊണ്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ ജീവിതത്തിനായി ഒരുങ്ങുകൊണ്ടിരുന്ന മകളെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മകൾക്കായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്ന മകനെയും കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവെ
അവരൊന്നായി ചേർന്നുകൊണ്ട് നിന്നെ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന, സ്വന്തം ചെയ്യുന്ന കുടുംബമായി തീരുവാൻ തക്കവണ്ണം അവിടുത്തെ കൃപ നൽകുന്നങ്ങൾ പ്രദാനം ചെയ്യുവാനാണ്. ദൈവമായ കർത്താവ് എല്ലാ കൃപകളാലും അനുഗ്രഹങ്ങളാലും നടത്തുവാനാണ്. ദൈവമായ കർത്താവ് ക്രിസ്തീയ സാക്ഷ്യമുള്ള കുടുംബമായി തീരുവാൻ തക്കവണ്ണമായിട്ട് അവർ നിലയാക്കുന്നത് നടത്തപ്പെടുവാൻ പോകുന്നതായിട്ടുള്ള വിവാഹ ഉദാശീല തമ്പുരാന്റെ കരകളിലേക്ക് സമർപ്പിക്കുന്നു. അന്ന് തന്നെ പ്രധാന കാർമ്മികനായതുകൊണ്ട് പിന്നെ മക്കളെ അവർ അനുഗ്രഹിക്കുവാനായിരുന്നു. ദൈവമായ കർത്താവ് പ്രത്യേക ഭവനത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കാനാവിലെയ കല്യാണ ഭവനങ്ങളിൽ അമ്മയുടെയും അവിടുത്തെയും സാന്നിധ്യം അവിടെ ഉണ്ടായി ആ കുടുംബത്തിൻ്റെ കുറവുകളൊക്കെയും നിറവുകളാക്കി തീർന്നതുപോലെ അവിടുത്തെ തിരുസാന്നിധ്യം തമ്പുരാനെ ഈ കുടുംബത്തോടും ഇതിൻ്റെ മക്കളോടും കൂടെ ഉണ്ടായിരുന്നതാകണമേ. ദൈവമായ കർത്താവെ അവരുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ നിന്നെ ആശ്രയം വെച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണമായിട്ട് എൻ്റെ പ്രിയ മക്കൾക്ക് അവരുടെ കൃപയും അനുഗ്രഹങ്ങളെയും പ്രദാനം ചെയ്യുവാനാകണമേ. ദൈവമായ കർത്താവെ ആയത് സർവവും എല്ലാ ശുദ്ധിമാത്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥയിൽ അറിയപ്പെട്ടുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ഊഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. നടക്കുമ്പോൾ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായിട്ട് സമർപ്പിക്കുന്നു. പരിശുദ്ധ ഊഹായുടെ സമ്മതവുമാവാസം നാം ഓരോരുത്തരോടുകൂടെ പ്രത്യേകാൽ ഭവനത്തിന്മേലും നടത്തപ്പെടുവാൻ പോകുന്നതായിട്ടുള്ള വിവാഹ ഉദാശയോടുകൂടി ക്ഷണിക്കപ്പെട്ട എല്ലാ അതിഥികളോടുകൂടി ശേഷം നടത്തപ്പെടുവാൻ പോകുന്നതായിട്ടുള്ള സർക്കാരാതി കർമ്മങ്ങളോടുകൂടി എപ്പോഴും ഇതിലേക്ക് ഉണ്ടായിരിക്കുവാനാകട്ടെ.
ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഒരു വിശുദ്ധ വിവാഹത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണല്ലോ. പ്രത്യേകിച്ച് COVID-19 പ്രയാസം നമ്മുടെ ചുറ്റുപാടുകൾ നിലനിൽക്കുമ്പോൾ സാമൂഹിക അകലം പാലിച്ച് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമൊക്കെ പാലിച്ച് ദേവാലയത്തിനകത്ത് പ്രവേശിക്കാനായിട്ട് എല്ലാവരും ഒരുങ്ങണം. ഈ അകത്തുള്ള ഇത്രയും കൂട്ടം കൂടിയ ആളുകൾ നിൽക്കരുത്. ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതൊക്കെ ഒന്ന് ക്രമീകരിക്കണമെന്നും ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. കുടുംബാംഗങ്ങൾ മുന്നോട്ട് കയറിയിരിക്കാം. മുന്നിലൊക്കെ കസേരയുണ്ടല്ലോ. എല്ലാവരും ഇന്ന് കാഴ്ചക്കാരായിട്ടല്ലല്ലോ ഈ ദേവാലയത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നത്തെ ശുശ്രൂഷ ഈ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. അതിലൂടെ ദൈവികമായ നന്മകൾ ഇവരുടെ കുടുംബജീവിതത്തിന് വ്യാപരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദേവാലയത്തിനകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ. നമ്മുടെ ദേവാലയത്തിനകത്തുള്ള ജീവിതാനുഭവങ്ങൾ കാത്തു സൂക്ഷിക്കാനായിട്ട് എല്ലാവരും ബാധ്യസ്ഥരാണല്ലോ. ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ ഒഴിവാക്കുക. ഈ സാമൂഹിക അകലം പാലിച്ച് മുഴുവൻ സമയത്തും ഈ ആരാധനയിൽ പങ്കെടുക്കാനായിട്ട് എല്ലാവരും തയ്യാറാവണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ എല്ലാവരും സംബന്ധിക്കുക. ഇപ്പോൾ ഗായക സംഘം പ്രാരംഭ ഗാനം ആലപിക്കും. ആശീർവാദം ഏകുകിന്നി ദാസർക്കാരം ചേരും നേരം. ആശീർവാദം ഏകുകിന്നി ദാസർക്കാരം ചേരും നേരം. യേശുനായക വന്നാലും തന്നാലും വരം. യേശുനായക വന്നാലും കൽപരാകൃപാസന മഹത്വകൃൽ പ്രതാപ. കൽപരാകൃപാസന മഹത്വകൃൽ പ്രതാപ. അത്ഭുതകര കൃപയെ ചെയ്യുക, ദയ ചെയ്യുക. യേശുനായക വന്നാലും തന്നാലും വരം. യേശുനായക വന്നാലും സുന്ദരത്വം ചേർന്ന മുൻ കല്യാണമാണ് വീട്ടിൽ. സുന്ദരത്വം ചേർന്ന മുൻ കല്യാണമാണ് വീട്ടിൽ. ചെന്നരുൾ നീ ചെയ്ത ദയ പോലെ അൻപാലേ. യേശുനായക വന്നാലും തന്നാലും വരം.
വിശുദ്ധ വിവാഹത്തിൻ്റെ ശുശ്രൂഷ ആരംഭിക്കാനായിട്ട് പോവുകയാണല്ലോ. എല്ലാവർക്കും എഴുന്നേൽക്കാവുന്നതാണ്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളാടിയരോട് കൃപ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. പാറയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിന്ന് രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ നിന്നോടുകൂടെയുള്ള അഴിവില്ലാത്ത സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിൻ്റെ പരിപൂർത്തിയും ഞങ്ങൾക്ക് ഉണ്ടാകുമാറാകണമേ. നിന്നിൽ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോവുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴ്വുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാളന്മാർ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടികൾ പരിപൂർണതപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടെയും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധരോടുകൂടെയും മാഞ്ഞു പോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പരിശുദ്ധരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സലരുടെ സംഘങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരയറ്റുന്നു. ഓശോ വബുകുല സബാലവൽമേ. ജനങ്ങൾക്ക് മണവാളനും മണവാട്ടിയും തോഴ്മക്കാരി ഒഴികെ ജനങ്ങൾക്ക് ഈ സമയത്ത് ഇരിക്കാവുന്നതാണ്. വാനോർഭൂവാസികളെയും സന്തോഷിപ്പിച്ച ആനന്ദം അരുളിയ ദേവാ, എന്നേക്കും സ്തോത്രം. കരുണാകരനാം മശിഹായേ സേവകരായി തിരുമുന്നിൽക്കും കൂട്ടത്തെ സന്തോഷിപ്പിക്കാം. രക്ഷകവലങ്കൈ നീട്ടി തിരുനാമത്തിൽ ഞങ്ങൾ ഭക്ഷമായി നൽകും മോതിരങ്ങൾ വാഴ്ത്തിയിടണമേ നീ. മോതിരത്താൽ സഭ മശിഹായ്ക്കായി വേളിക്കായി തീർന്നാൽ തൻ തിരുമേനി തിരുരക്തം കൈക്കൊണ്ടിടുന്നു. പിതൃപുത്ര വിശുദ്ധാത്മാവാം ത്രിയേകൻ വന്യൻ വാനോർ ഭൂവാസികൾ വന്നേ ആഘോഷിക്കുന്നു. ദൈവമായ കർത്താവേ, സ്വർഗത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സമാധാനപ്പെടുത്തിയ ആ നിന്റെ സമാധാനം ഇപ്പോൾ അന്യോന്യം ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദര സഹോദരികളെ സംയോജിപ്പിക്കണമേ.
പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലമൊക്കെയും അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതിന് ഇവർക്ക് പൂർണ്ണ ഐക്യമുണ്ടാകുമാറായിരുന്നമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ തൻ്റെ തിരുരക്തത്താൽ സകല മാലിന്യങ്ങളിൽ നിന്നും പിഴകളിൽ നിന്നും അതിനെ വെടിപ്പാക്കുകയും ഭൗമസഭയെ വിവാഹം നിശ്ചയിക്കുകയും താൻ അതിനെ വിവാഹം നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും മ്ലേച്ഛപിശാചുക്കളുടെ അടിമയിൽ നിന്നും അതിനെ വീണ്ടെടുക്കുകയും സകല ഘടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന മിശിഹാതമ്പുരാന് തൻ്റെ അടിയാരുടെ മോതിരം വാഴ്വിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുഷിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. മനുഷ്യരുടെ സകലവിധ അറിവുകൾക്കും മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നതും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവനും സകല തിന്മകളിൽ നിന്നും അകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ കുറവും നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല കഷ്ടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള മൂറോൻ നീയാകുന്നു. മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണതപ്പെടുവാനും വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറ്റുവാനും നിയമിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസനായ ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തേണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാരുണ്യപൂർവ്വം അവയാൽ അനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന ഈ മണവാളനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാട്ടിയെയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരും ആക്കേണമേ. കർത്താവേ, കൃപ ചെയ്ത് ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുമാറാകണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും അഴിവില്ലാത്തവണ്ണം ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ പ്രകാരേണ ഇവരെ നീ അലങ്കരിക്കണമേ. ഈറയന്മാരും മാലാഖമാരും ഇടവിടാതെ സന്തോഷിക്കുന്നതുമായ നിന്റെ സ്വർഗീയ മണവറയ്ക്കാനന്ദപൂർവ്വം ഇവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാതെ ഇവർ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധ റൂഹായെയും ഇടവിടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. തൻ്റെ കൃപയാലും ബഹുലമായ അനുഗ്രഹങ്ങളാലും ഈ മോതിരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാകുവാനായിട്ട് ത്രിയേക ദൈവത്തിന് തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. ബസ്മദാബോ ഉദാബ്രോ വദറുഹായോ ഖാദീസ് ദനഹായേൽ ദനഹോലം വൽമീ. മണവാള, നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലങ്കൈ
കാരുണ്യപൂർവ്വം നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായ ഈ മോതിരത്തോടുകൂടെ കൃപയും തന്റെ കരുണയുടെ വാഴ്വും തന്നിൽ നിന്ന് നീ പ്രാപിക്കുമാറാകാം. നന്മകളും വാഴ്വുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലങ്കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുമാറാകുകയും ചെയ്യുമാറാകട്ടെ. മണവാട്ടി ആടുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലങ്കൈ രഹസ്യമായി നിന്റെ അടുക്കിലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്ത്രീകന്മാരുടെ കൈകളിൽ നിന്നെന്ന പോലെ ബഹുമാനമുള്ള വട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും നിന്റെ വിവാഹ നിശ്ചയത്തിൻ്റെ ലക്ഷ്യമായി ഈ മോതിരത്തെ നീ സ്വീകരിക്കുക. ആത്മാവിൻ്റെ ശരീരത്തിൻ്റെ സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്കും തൻ്റെ പിതാവിനും തൻ്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നീ കരയേറ്റുകയും ചെയ്യണം. തന്റെ മശിഹാമൂലം വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് അന്യോന്യം വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ള ഈ നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണമാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ വാഴ്വുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കമുതുക്കം കൊണ്ടും ഇവരെ താൻ അലങ്കരിക്കട്ടെ. ഇസഹാക്കിന്റെയും റബേക്കായുടെയും വിവാഹ നിശ്ചയം പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തന്റെ രക്ഷ കൊണ്ട മണവാളനെ താൻ സന്തോഷിപ്പിക്കട്ടെ. വഴക്കവും നാശവും വരാത്ത ആഗ്രഹിക്കുന്ന കലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ ശുശാന പുഷ്പങ്ങളെക്കാൾ വിശേഷവാസന നൽകുന്ന പരിഭാഗതയിൽ കൂടി ഇവരുടെ മനസ്സാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടുപോകുവാൻ ദൈവം ഇവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്നും ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന്റെ നിർമ്മലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവിന്റെ അടുക്കൽ നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടുകളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന നിന്റെ അടിയാരായ ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാഴ്വുകളുടെ മക്കളെയും സന്തോഷങ്ങളുള്ള കാലങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ച് കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിലിവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്നിനെ ഒരുങ്ങി വന്നിട്ടുള്ളവരുടെ മേലും നിന്റെ നന്മകളും വാഴ്വുകളും നീ വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ സ്ലീമായ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. രാജസുതൻ എനിക്കായി നൽകി സർവം എനിക്കായി തന്നിടുന്നു. ഇതിനാൽ അവനെ വന്ദിക്കുന്നേ, വിഗ്രഹഭക്തി ചുറ്റിച്ചെന്നെ. കഷ്ടം വഞ്ചകനാം ദുഷ്ടനോ രക്ഷകനാം ഈശോയേ സ്തോത്രം. യോഗ്യത തന്നവനൻ ഭാഗ്യം, സ്നാനത്താൽ വിശുദ്ധാത്മന്റെ ആയുധമെന്നെ ചാർത്തിതായി മാംസം രക്തം മോതിരമായി ഇട്ടു തന്നാൽ വിരലിന്മേൽ മണവാളൻ തൻ സൂര്യനോപ്പം. മണവാട്ടി പകലോട് തുല്യം പരിമള വൃക്ഷത്തോടങ്ങനെ വിരുന്നാ സകലവും തുല്യം. ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, കർത്താവ് നിങ്ങളുടെ കൂലി 1 30 1 60 1 100 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് നൽകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ ശ്രീബ രാപ്പകൽ നിങ്ങളോട് കൂടെ ഇരുന്ന് തിന്മപ്പെട്ടവനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ.
എക്ലേസിയ സഭകളിൽ വിശുദ്ധ വിവാഹത്തിൻ്റെ കൂദാശ 2 ഭാഗങ്ങളിലായിട്ടാണല്ലോ ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം മോതിരം വാഴുവിൻ്റെ ശുശ്രൂഷ, അതിവിടെ പൂർണ്ണമാക്കപ്പെട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗം ശുശ്രൂഷയായ കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. മോതിരം വാഴുവിൻ്റെ ശുശ്രൂഷ വിവാഹ നിശ്ചയത്തിൻ്റെ ശുശ്രൂഷയായിരുന്നു. കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷ വിവാഹത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ശുശ്രൂഷയാണ്. ഇനി വരുന്ന ശുശ്രൂഷയിലുടനീളം ക്രൂശിൻ്റെ അടയാളങ്ങളാണ് ആരാധനകളായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ചൊല്ലുന്നതും. അത് വെളിവാക്കുന്നത് പിതാവായ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് ക്രൂശ് മരണത്തിലൂടെ ഈ മാനവ സമൂഹത്തോട് തൻ്റെ സ്നേഹം വെളിപ്പെടുത്തി. അതുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകമായി സുബിനും പ്രദീനയ്ക്കും അടയാളം എന്ന് പറയുന്നത് ഈ കുരിശായിരിക്കണം. കുരിശിലെ സ്നേഹമായിരിക്കണം, കുരിശിലെ ത്യാഗമായിരിക്കണം, കുരിശിലെ സംതൃപ്തിയായിരിക്കണം, കുരിശിലെ ക്ഷമയുടെ പാഠങ്ങളായിരിക്കണം. വിവാഹ ജീവിതത്തിനായിട്ട് ഒരുങ്ങുന്ന സുബിനെയും പ്രദീനെയും ഓർക്കുന്നു. ഇടവകയുടെ എല്ലാ ആശംസകളും ഈ സമയത്ത് നേരുന്നു. കൂടുതൽ നന്മകൾ ദൈവം ഇവർക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗായക സംഘം ഇപ്പോൾ ഒരു ഗാനം ആലപിക്കുന്നു. സുതർ ഞങ്ങൾ സന്നിധിയാണ് യുമി മംഗളദിനെ കനിയണം ദേവ ദാസരിവരിൽ ആശിഷങ്ങളേകി പാലിക്കണമേ. യോജിപ്പിക്കാം തൃക്കരങ്ങളാൽ നയിച്ചിടുക തിരുഗീതം പോൽ. യോജിപ്പിക്കാം തൃക്കരങ്ങളാൽ നയിച്ചിടുക തിരുഗീതം പോൽ. കാനായിൽ കല്യാണ വേളയിൽ നാഥൻ കാരുണ്യം ചെയ്തതുപോലെഴുന്നരുൾക. ഊനം സർവം പോക്കി ഉത്തമമാക്കാം നിൻ മഹാത്മ്യമെന്നും നിറഞ്ഞിടുവാൻ. യോജിപ്പിക്കാം തൃക്കരങ്ങളാൽ നയിച്ചിടുക തിരുഹിതം പോൽ. യോജിപ്പിക്കാം തൃക്കരങ്ങളാൽ നയിച്ചിടുക തിരുഹിതം പോൽ. ഇതിലന്നാദ്യ വിവാഹനാളിൽ ഏകിയ നിൻ വാഴ്വിൽ ആയിടണമേ. ഉൾക്കാമ്പിൽ നീ വാഴ്ക ഉടയവനാ ഉണ്മയിൽ നയിക്കാം സൽക്കുടുംബമായി. യോജിപ്പിക്കാം തൃക്കരങ്ങളാൽ നയിച്ചിടുക തിരുഹിതം പോൽ. യോജിപ്പിക്കാം തൃക്കരങ്ങളാൽ നയിച്ചിടുക തിരുഹിതം പോൽ. സ്വർഗീയ പിതാവേ നിൻ സുതർ ഞങ്ങൾ സന്നിധിയാണ് യുമി മംഗളദിനെ കനിയണം ദേവ ദാസരിവരിൽ ആശിഷങ്ങളേകി പാലിക്കണമേ. യോജിപ്പിക്കാം തൃക്കരങ്ങളാൽ
പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതി. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും എന്നേക്ക് രണ്ട് ലോകങ്ങളിലും ചിന്തപ്പെടുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, മാഞ്ഞു പോകാത്ത കല്യാണ വിരുന്നിനും അഴിഞ്ഞു പോകാത്ത മണവറയ്ക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോഴ്മക്കാരോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങൾക്ക് ഞങ്ങളെയും നീ ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടെയും അവരുടെ ഇടയിലും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രം കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ വബകുൽ സുബ്ഹാനൽ പൂർവ മാതാപിതാക്കളെ വാഴ്ത്തിയ ദൈവം സുബിൻ്റെയും പ്രദീനയുടെയും കുടുംബജീവിതത്തെ വാഴ്ത്തട്ടെ എന്ന് പട്ടക്കാരൻ ആശീർവദിച്ച് ഗീതമായിട്ട് ചൊല്ലുമ്പോൾ സുബിനും പ്രദീനയും ഈ ആശീർവാദം സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായി കുരിശ് വരച്ച് തന്നെത്താൻ വണങ്ങുകയും ബാക്കി ജനങ്ങൾക്ക് പ്രതിവാക്യമായി ദേവ കൃപ ചെയ്യണമേ എന്ന് പ്രതിവാക്യമായിട്ട് പറയാവുന്നതാണ്. പൂർവവിശുദ്ധരെ വാഴ്ത്തിയ ആദം ഹൗവ എന്നവരെ വാഴ്ത്തിയ സർവേശൻ അബ്രഹാം സാറ എന്നവരെ വാഴ്ത്തിയ സർവേശൻ റഫ്ക എന്നവരെ വാഴ്ത്തിയ സർവേശൻ യാക്കോബ് റാഹേൽ എന്നവരെ വാഴ്ത്തിയ സർവേശൻ മിസ്രനിൽ യൗസേപ്പിനെ വാഴ്ത്തിയ സർവേശൻ തീർന്നിരിക്കുന്ന ഈ നിന്റെ അടിയാരെ നിന്റെ ദാനങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ നൽവരങ്ങളാൽ നീ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവിക കൽപ്പനകളുടെ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ തിരുസന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. കർത്തനെ രാജൻ നിൻ ബലത്തിൽ സന്തോഷിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ കവരക്ഷയിൽ അവനേറ്റം മോദിക്കും. അനുഗ്രഹം മുൻപിടുന്നവനെ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട്
അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹീതനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും നേരമെല്ലായ്പ്പോഴും നിരന്തരം കരയറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറയായ യഥാപ്രകാരം ഇരിക്കുന്നവനുമായ സ്വയംഭൂവും തൻ്റെ മാലകമാർ തൻ്റെ സിംഹാസനത്തിന് ചുറ്റും നിന്ന് തനിക്ക് വന്ദനമടച്ചുകൊണ്ടിരിക്കുന്ന ആദ്യന്തമില്ലാത്ത വചനവും ധാരാളമായ തൻ്റെ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്ത് തൻ്റെ അടുക്കിലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മഹത്വവാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങളെ സൗജന്യം ചെയ്തവനുമായ തൻ്റെ ശ്രേഷ്ഠത്വത്തിന് സ്തുതി. തൻ്റെ അടിയാരുടെ കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനം വന്ദനവും തനിക്ക് യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സകല സ്വർഗീയ സൈന്യങ്ങളോടും ഭയത്തോടും വിറയലോടും കൂടെ തന്നെ മഹത്വീകരിക്കുകയും അത്യുന്നതങ്ങളിൽ അഗ്നിമേന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ ഭ്രമിച്ചിളകുകയും അവർണ്ണനീയമായ തന്റെ കരുണയുടെയും അപരിമേയമായ തന്റെ ദയയുടെയും ധാരാളതയാൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മൺമേലുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠതയുടെ അധികാരത്തിൻ കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്തു വന്ന് നിന്റെ കരുണയുടെ നിഴലിൻ കീഴിലും നിന്റെ ദയയുടെ ചിറയിൻ കീഴിലും അഭയം പ്രാപിച്ചിരിക്കുന്നവരുമായ നിന്റെ അടിയാരെ നീ വാഴ്ത്തണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ ഇവരെ നീ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാത്ത സ്വർഗരാജ്യത്തേക്ക് നടത്തുന്ന നേർവഴിയിൽ കൂടിയോടുവാനും ആത്മീയ നൽവരങ്ങളിൽ പൂർണ്ണതയുള്ളവരാകുവാനും ദേഹദേഹികൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരം ചെയ്ത് ആദായം ഉണ്ടാക്കുവാനും ഇവർക്ക് കൃപ നൽകണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് അകന്നിരിക്കുന്നവരുമാക്കുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധതയുടെ പാർശ്വത്തേക്ക് എടുത്തു വരുവാനും ശപിക്കപ്പെട്ട സത്താന്റെ അടിമയിൽ നിന്ന് ഓടിപ്പോകുവാനും ഇവരുടെ ഹൃദയങ്ങളെ ഒന്നാക്കണമേ. നിന്റെ ആത്മീയമായ മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തിയുടെ തീഷ്ണതയിലും നിന്റെ കൽപ്പനകളുടെ അനുഷ്ഠാനത്തിനും താല്പര്യമുള്ളവരുമാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും ഇടയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവനെ ദ്വേഷിക്കുന്നവരും നിന്റെ ദൈവത്വത്തിന് അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കണമേ. നിന്റെ സ്വർഗീയ രാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നല്ലവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനും നീയാകയാൽ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ജാതിയൻ പുത്രി നീയെ സുന്ദരി ബഹുസുന്ദരി ശ്രീമോൻ രാജൻ തിരുസഭയാം നിന്നെ വർണ്ണിക്കുന്നു. തേൻ കാട്ടകൾ നിൻ ആദരം പൊഴിക്കുന്നു. അങ്കികൾ സുഗന്ധി നീസാൽ കുസുമം പോൽ. സുന്ദരി സഭയെ നിന്നിൽ മാലിന്യം ഇല്ലേതുമേ. മഷിഹാരാജൻ തൻ കുരിശാൽ നിന്നെ കാത്തിടുന്നു. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, പാറയ്ക്കുമോ. ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹായ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നും. സ്ത്രീമാരുടെ സ്തുതി. കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്റെ സഹോദരനെ, നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിപ്പീൻ. മിശിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിപ്പീൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ.
എന്തുകൊണ്ടെന്നാൽ മശിഹാ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. മശിഹായും തൻ്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാനും മഹത്വമുള്ളതായും മാലിന്യവും കറയും ഇവയ്ക്ക് സമമായ യാതൊന്നുമില്ലാതെ വിശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ സഭയായി അതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായമാകുന്നു. ഹല്ലേലൂയ. സഹോദരരെ, നമ്മുടെ കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. എവൻഗേലിയോൻ വായിക്കാനായിട്ട് പോവുകയാണല്ലോ. എല്ലാവർക്കും എഴുന്നേൽക്കാം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് നിന്റെ ആത്മാവോടുകൂടി ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. വന്നവനും പരിപാലിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ യേശുപിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെയും മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകയായ മറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ പരസ്യ ശുശ്രൂഷ കാലത്ത് വിവാഹ ജീവിതത്തെക്കുറിച്ച് ഇപ്രകാരം പഠിപ്പിച്ചു. അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ടാടുന്നു. യേശു തമ്പുരാൻ ഈ വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ അക്കരെ യഹൂദയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി. വളരെ പുരുഷാരം തൻ്റെ പിന്നാലെ ചെന്നു. അവിടെ വെച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തൻ്റെ ഭാര്യ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവരോട് ഉത്തരമായി അരുളി ചെയ്തത്, ആദിയിൽ സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും ഇതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും തൻ്റെ മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരുമെന്നും അരുളി ചെയ്തു എന്ന് ഉള്ളതും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നിന്റെ ആത്മാവോടുകൂടിയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും എല്ലാവർക്കും ഇരിക്കാം. ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന തലകളും ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. ബസ്മദാബോ ഉദാബ്രോ വദറുഹായോ ഖാദീസ് ദനഹായിൽ ദനഗോലം വൽമീ. Mana
ഇവർ മേലാവസിപ്പിച്ച ദമ്പതികളെയും ശിരസിൻ മുടിയെയും വാഴ്ത്തിയിടണമേ. വരേന്നുടയോ കയ്യാ മകുടം ഘോഷമിറങ്ങുന്നു മണവാളനയാചാര്യൻ അണിയും മകുടം രമ്യം. നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ, നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സകല ശക്തിക്കും നേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേൽ കഹനം ചൂണ്ടിയിടുന്നു. നാഥാകാരുണ്യത്താൽ കഹനന്മാർ ശംശാനന്മാർ ദമ്പതികളെയും മുടിയാൽ മണവറയിൽ സന്തോഷിപ്പിക്കാം. രക്ഷകൻ നീതിയിൻ മൊഴിയെ നിങ്ങൾക്കായി മുടങ്ങിയിടട്ടെ. പിതൃപുത്ര വിശുദ്ധാത്മനു സ്തോത്രം പാടിടുവിൻ. മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയാചാര്യൻ അണിയും മകുടം രമ്യം. നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ, ആഗ്രഹിക്കുന്ന അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്വീകരിച്ചുകൊണ്ട് നിന്റെ ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുമാറാകാം. മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മശിഹ സത്യത്തിന്റെ മണവാത്മ കൊണ്ട് നിങ്ങളുടെ മണവാത്മയെ മുദ്രയിടട്ടെ. മശിഹ തന്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലങ്കൈ നിങ്ങളുടെ മേൽ വന്ന് ആവസിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിന്റെ മാലാക നിങ്ങളോട് കൂടെയിരുന്ന് ആകൽകർസായുടെ വഞ്ചനയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ സൂര്യയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ തൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം നോഹയെയും അവന്റെ മക്കളെയും അനുഗ്രഹിച്ച അനുഗ്രഹം നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും അനുഗ്രഹിച്ച ആ അനുഗ്രഹവും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം ആകാശത്തിൽ നിന്ന് മഞ്ഞും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് അവന്റെ പുത്രനായ യൗസേഫിനെ വാഴ്ത്തി നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വാഴ്വും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും
തന്റെ നിനിവിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങളിൽ മേലും വസിക്കട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുകയാൽ സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ പാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലത് ഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗ്ഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച ആ മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായി പർവ്വതത്തിലിറങ്ങിയ അത്യുന്നതൻ നിങ്ങളെയും നമ്മുടെ സർവസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥന് നാം സ്തുതി കരയേറ്റുകയും ചെയ്യണം. വിശുദ്ധനാം സത്യമണവാള കരുണ ചെയ്തെന്നിൽ ശരണം നീ. കുരിശിനാൽ കൊടുത്തൻ സ്ത്രീധനവും കഷ്ടപ്പാടാൽ സ്വതന്ത്രതയും എൻ മണവറ ഉന്നതത്തിൽ നിൻ വകയായി വിളിച്ചെന്നെ നീ. ദേവാസുതനെ വലങ്കൈ നീട്ടി വാഴ്ത്തിയിടേണമേ നീ. മണവാളനെയും മണവാട്ടിയെയും ശിരസിൻ മുടിയെയും നീ വാഴ്ത്തുക നാഥ ദമ്പതികളെയും അവരവർ നാമത്തിൽ നീ. വാഴ്ത്തുക ഇവരിൻ ജീവിതകാലം വെളിവിൻ ലോകേ നീ. ഈ നിൻ ജനവും എന്നേക്കും വാഴ്ത്തപ്പെടേണം. വാഴ്ത്തിയിടണമേ ഇഹ പരലോക വാഴ്വാലിവരെ നീ. വാഴ്ത്തിയിടുക നിൻ അടിയാർ വായ്കളിൻ സ്തുതിയെ നാഥാ നീ. വാഴ്ത്തിയിടുക വീണകളാൽ നിന്നെ വന്ദനം ചെയ്തിടുവാൻ. എൻ്റെ വാത്സല്യമുള്ള സഹോദരരെ, നാം എല്ലാവരും ദൈവത്തിൻ്റെ ഭവനത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികർ നമ്മെ ഭരമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരും ആയിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ, നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സിംഹാസനമാകുന്ന ജീവൻ്റെ മേശയുടെ മുമ്പാകെ, വിശുദ്ധ ശ്ലീബായുടെ മുമ്പാകെയും വിശുദ്ധ ഏവൻഗേലിയോൻ്റെ മുമ്പാകെയും ഈ യോഗത്തിൻ്റെ മുമ്പാകെയും ഹൃദയവിചാരങ്ങളെ അറിയാത്തവൻ്റെ മുമ്പാകെയല്ല, അറിയുന്നവൻ്റെ മുമ്പാകെ അത്രേ നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളുന്നു. ഇതാ, ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞാൻ കുറ്റമില്ലാത്തവനായിരിക്കും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാരുടെ മേലും ശമാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിൻ്റെ മേലും മണവാളൻ്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും വന്ന് ആവസിച്ച് വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വലങ്കൈ എല്ലായ്പ്പോഴും
ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. ആമേൻ. വീണ്ടും വിശ്വാസികളെ, നിങ്ങളിൽ ഓരോരുത്തന് അവനവൻ്റെ ഭാര്യയുമായുള്ള ബന്ധം ഏതു വിധത്തിൽ ഇരിപ്പാൻ ന്യായമാകുന്നു എന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഈ കൽപ്പന നിങ്ങളോട് എല്ലാവരോടുമാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. എന്തുകൊണ്ടെന്നാൽ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏത് പ്രകാരം വർത്തിക്കുന്നുവോ അതുപോലെ അവളും അവനോടും വർത്തിക്കുകയും യോഗ്യമാമണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. രണ്ടുപേരും കൂടെ സുബിനും പ്രതിനും മുന്നോട്ട് വരും. സുബിൻ, പ്രദീന, ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം ഒരു വലിയ ചുമതലയും വലിയ പദവിയും അത്രേ. തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണയുണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് കുടുംബജീവിതം വിജയകരമാക്കുന്നതിന് അത്യാവശ്യമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരായിരിക്കണം. തിരുവചന ധ്യാനത്തിനായി ഈ ഇടവക നിങ്ങളുടെ കുടുംബജീവിതത്തിൽ തരുന്ന ആദ്യത്തെ സമ്മാനമാണ്. സമ്മാനങ്ങളൊക്കെ നമ്മൾ ഷോക്കേസിലാണ് വെക്കുന്നത്. എന്നാൽ തിരുവചന ധ്യാനത്തിനായിട്ട് ഇത് ഉപയോഗിക്കുക. തിരിച്ചു കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധന സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും വേണം. പണം, സമയം, കഴിവ് ഇവയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകർ സ്റ്റീവാർഡ്സ് എന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരംശം വേർതിരിച്ച് ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേലയ്ക്കുമായിട്ട് ഉപയോഗിക്കണം. ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാ സ്നേഹത്തിലും വളർത്തണം. ഇപ്രകാരമുള്ള ക്രിസ്തീയമായ കുടുംബജീവിതം അനുഭവിക്കുവാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാവർക്കും എഴുന്നേൽക്കാം. ആശീർവാദം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഈ വിശുദ്ധ വിവാഹത്തിന്റെ ശുശ്രൂഷ ഇവിടെ പൂർത്തീകരണം ചെയ്യുകയാണല്ലോ. വന്ന് സംബന്ധിച്ച് എല്ലാവരോടും കുടുംബത്തിൻ്റെ നാമത്തിൽ കടപ്പാടും സ്നേഹവും നന്ദിയും ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. ഈ വിവാഹത്തിൻ്റെ റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ സമീപയുള്ള സെൻറ്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയുടെ പാരിഷ് ഹോളിൽ വെച്ചാണല്ലോ. നിങ്ങളെല്ലാവരും വളരെ ഭംഗിയായിട്ട് ഇതിനകത്ത് പങ്കുകൊണ്ടു. എല്ലാവരോടും വീണ്ടും നന്ദി അറിയിക്കുന്നു. ഗായക സംഘത്തോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ മണവാളനും മണവാട്ടിയും ആദ്യത്തെ സ്തോത്ര കാഴ്ച സമർപ്പിക്കുന്നു. മാത്രമല്ല ഇരുഭാഗത്തു നിന്നും സാക്ഷികളായി 2 പേര് മുന്നോട്ട് വരും. ഇപ്പോൾ ഗായക സംഘം മംഗളഗാനം. മംഗളം
ആശീഷം നൽക എന്നും യേശുനാഥ. മംഗളം മംഗളം മംഗളമേ, മംഗളം മംഗളം മംഗളമേ, മംഗളം മംഗളം മംഗളമേ. ജീവിത പൂവാടിയിൽ മുല്ലകളാകും നിങ്ങൾ, ജീവിത പൂവാടിയിൽ മുല്ലകളാകും നിങ്ങൾ. സൗരഭ്യം വീശട്ടെ, കാന്തി പരത്തട്ടെ, സൗഭാഗ്യ സമ്പൂർണരായി ആശീഷം നൽക എന്നും യേശുനാഥ. ആശീഷം നൽക എന്നും യേശുനാഥ. മംഗളം മംഗളം മംഗളമേ, മംഗളം മംഗളം മംഗളമേ, മംഗളം മംഗളം മംഗളമേ.
മധുരം പാനീയം കൊടുത്താണല്ലോ നമ്മൾ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നത്. ഇപ്പോൾ മണവാളനും മണവാട്ടിയും ചേർന്ന് മധുരപാനീയം പങ്കിടുന്നതാണ്. രണ്ടുപേരും ചേർന്ന് മധുരപാനീയം പങ്കുവെക്കുന്നു. രണ്ടുപേരും ചേർന്ന് ദീപം തെളിയിക്കുന്നു. രണ്ടുപേരും ചേർന്ന് ഇപ്പോൾ വിളക്ക് തെളിയിക്കുന്നു. ദൈവത്തിൻ്റെ പ്രകാശം ഇവരുടെ കുടുംബജീവിതത്തെ പ്രകാശപൂരിതമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും ആശംസകളും ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. സുബിനും പ്രദീനയും ചേർന്ന് വെഡ്ഡിംഗ് കേക്ക് കട്ട് ചെയ്യുന്നു. മാതാപിതാക്കൾ കൂടെ ചേർന്ന് നിൽക്കാം. വെഡ്ഡിംഗ് കേക്ക് കട്ട് ചെയ്യുന്നു. രണ്ടുപേരും കേക്ക് കട്ട് ചെയ്ത് പരസ്പരം പങ്കുവെക്കുന്നു. ഈ കേക്ക് പോലെ മധുരമുള്ളതായി തീരട്ടെ ഇവരുടെ കുടുംബജീവനം പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, സുബിനു വേണ്ടിയും പ്രതിനയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ വിവാഹത്തിൻ്റെ ശുശ്രൂഷയിലൂടെ രണ്ടുപേരും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് കുടുംബജീവിതം വലിയ ഉത്തരവാദിത്വം, വലിയ പദവിയാണെന്ന് മനസ്സിലാക്കുവാൻ, ദൈവികമായ സ്നേഹമുള്ളവരായിട്ടൊക്കെ തീരുവാൻ ഇവരെ ബലപ്പെടുത്തണം. അന്യോന്യം സ്നേഹിച്ച് ക്ഷമിച്ച് അന്യോന്യം കരുതി സംസാരിച്ച് ജീവിക്കാനൊക്കെ ഇവരെ ബലപ്പെടുത്തണം. ഇരു കുടുംബാംഗങ്ങളെയും ഇരു ഇടവകയൊക്കെ വാഴ്ത്തണം. ഇവരുടെ കുടുംബജീവിതത്തിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്മ പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഇതിനായിട്ട് അധ്വാനിച്ച് എല്ലാവരെയും ഓർക്കുന്നു. ദൈവമായ കർത്താവ് ഇവരുടെ എല്ലാ ആവശ്യങ്ങളും കൂടെ ഇരുന്നല്ലോ. ഇവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. ഞങ്ങൾക്കായിട്ട് ഒരുക്കിയ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മുഖാന്തരങ്ങളൊക്കെ വാഴ്ത്തണം. ഭക്ഷിച്ച് ബലപ്പെട്ട് നിനക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങൾ സഹായിക്കണം. യേശു മിശിഹാ മൂലം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. मेरी गलियां बसाऊं तेरे संग मैं अलग दुनिया, बुलावे तुझे अरे आज मेरी गलियां बसाऊं तेरे संग मैं अलग दुनिया। न आए कभी दोनों में जरा भी फासले, बस एक तू हूँ एक मैं हूँ और कोई ना है मेरा सब कुछ तेरा तू समझ ले। तू चाहे मेरे हक की जमीन रख ले, तू सांसों पे बिना तेरा लिख दे। मैं जीऊं जब जब तेरा दिल धड़के। कुछ भी नहीं असर अब करता, मेरी राह तुझे से मेरी चाह तुझे से मुझे बस यही रह जाना। लगे है तेरी आदत मुझे जब से है तेरे बिन पल भी बरस लगते। बुलावे तुझे यारे आज मेरी गलियां बसाऊं तेरे संग मैं अलग दुनिया। जो हो वे तू उदास मुझे देखे हंस दे, तू चाहे मेरे हक की जमीन रख ले। तू सांसों पे बिना तेरा लिख दे, मैं जीऊं जब जब तेरा दिल धड़के। तुझसे मिली तो सीखा मैंने हंसना, आया मुझे सफर में ठहरना। मैं तो भूल गई दुनिया का पता यार जब से तुझे है जाना है। तू ही दिल जान है मेरी अब से कि जिक्र तेरा न जाए मेरे लब से। बुलावे तुझे यार आज मेरी गलियां बसाऊं तेरे संग मैं अलग दुनिया। जो हो वे तू उदास मुझे देखे हंस दे, तू चाहे मेरे हक की जमीन रख ले। तू सांसों पे बिना तेरा लिख दे, मैं जीऊं जब जब तेरा दिल धड़के। प्यार तेरा मांगते यार तूने आया, मैनू जीने दा मतलब आज समझ आया।
യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകി നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഇത്രമാകെന്നെ സ്നേഹിപ്പാൻ എന്തുള്ളൂ ഞാൻ യേശുവേ. നിന്റെ സ്നേഹത്തിൻ ആഴമോ വർണ്ണിപ്പാൻ രണ്ട് ഭവനങ്ങളിൽ രണ്ട് കുഞ്ഞുങ്ങളിൽ നിന്ന് അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ജീവിതകാലം മൊത്തം അവരുടെ ഉപയോഗത്തിലും വെച്ച് സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ താങ്ങുന്നാളുമായി കൂടിയിരിക്കുമാറാകണം. കൂടി വന്നിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഇരു വിഭവങ്ങളിലെ മാതാപിതാക്കളെയും ഒക്കെ ദൈവമായി തന്നെ അനുഗ്രഹിക്കുന്ന സഹോദരങ്ങളുണ്ട്. ആളുപേരായി കൂട്ടമായി കുടുംബമായി എല്ലാവരെയും ദൈവമായി തന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥന. ഈവരായ ഞങ്ങളുടെ പ്രാർത്ഥനയെ കേട്ടതിനായി നമ്മൾ മാനവത്തോടത്തേക്ക് ദൈവത്തിന്റെ സ്നേഹരാമത്തിന്റെ സംബന്ധവും സഹവാസം ഈ ഭവനത്തിന് മേലും ഭവനത്തിൽ കൂടിയിരിക്കുന്ന ഓരോ മക്കളെയും യേശു സദാ